എങ്ങനെ അറിയാ? ഹലോ, ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗും കൂടിയാണ്, ഒരു വെറൈറ്റി വ്ളോഗും കൂടിയാണ്. എന്താണെന്നല്ലേ, ഇൻസ്റ്റ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്, ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരുമോ, ഫോട്ടോ മെർജ് ചെയ്ത് തരുമോ, അതിലുപരി വെഡ്ഡിങ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയി നമുക്ക് ചെയ്താലോ എന്ന് ആലോചിച്ച് നേരെ ഫ്രണ്ടിനെ വിളിച്ച്, കാരണം ഫ്രണ്ട് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫറെ വിളിച്ച് എന്നാണ് ഒരു ഫ്രീ ഡേറ്റ് എന്ന് പറയുമെന്ന് പറഞ്ഞ് ആളൊരു ഫ്രീ ആയിട്ടുള്ള ഡേറ്റും പറഞ്ഞ്. പിന്നെ രണ്ടാമത് നമുക്ക് നല്ല അടിപൊളി കോസ്റ്റ്യൂം, അടിപൊളി ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് വേണ്ടത്. നേരെ ഇൻസ്റ്റയിൽ കയറി നല്ല ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വല്ല സ്ഥലം ഉണ്ടോ നോക്കി. അപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ, അതായത് നമ്മുടെ ആ ഒരു കസ്റ്റമറിൻ്റെ ഏരിയയിൽ തന്നെ നല്ലൊരു ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവരോട് കോൺടാക്ട് ചെയ്ത് അവർ ഓക്കെ എന്ന് പറഞ്ഞു, ആ ഒരു ഡേറ്റിന് അവരും ഓക്കെ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ്. വീണ്ടും ഇൻസ്റ്റയിൽ കയറി നല്ല മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടുന്ന നല്ല ടീമുണ്ടോ നോക്കി. ആ ഒരു ഭാഗത്ത് തന്നെ നല്ലൊരു ടീമിനെയും കിട്ടി. അവരുമായി കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു ഡേറ്റിന് ഓക്കെ ആണോ എന്ന് പറഞ്ഞ് അവരും ഓക്കെയാണ്. പിന്നെ നമ്മൾ നേരെ കസ്റ്റമറെ വിളിച്ച് കസ്റ്റമറോട് പറഞ്ഞ് ഇന്ന ഡേറ്റിന് നിങ്ങൾ അവിടെ ആളുകൾ വരും, ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറ്റി അവിടെ നിൽക്കണം, ഞങ്ങൾ വന്നിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് നമ്മുടെ എണ്ണ. അപ്പോൾ ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മാറ്റി നിൽക്കാൻ, കാരണം നമുക്ക് സമയം ഉണ്ടാവില്ല, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഈവനിങ് ആ ഒരു വെളിച്ചം കാര്യങ്ങളെല്ലാം കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വിട്ട് നിൽക്കാനായിരുന്നു പറഞ്ഞത്. കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് അരീക്കോട് സവേരി ബ്രൈഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാട്ടോ. അടിപൊളി ഔട്ട്ഫിറ്റാണ്. ഈ ജ്വല്ലേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത്. ഇൻസ്റ്റയായിട്ട് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നത് അരീക്കോട് തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വിക്ടർ ഐസ് മേക്ക് ഓവർ എന്നാണ് അവരുടെ ഇൻസ്റ്റ ഐ ഡിയിൽ അടിപൊളിയായിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം എടുക്കാൻ അടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. നേരെ അവിടെ പോയി അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വെഡ്ഡിങ് ആർട്സ് ഫോട്ടോഗ്രാഫി എന്നാണ് ഇവരുടെ ഇൻസ്റ്റ ഐഡിയുടെ പേര് കേട്ടോ. നമ്മുടെ അധിക വർക്കുകളും ഇവർക്കാണ് കൊടുക്കാറുള്ളത്. ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 2 മണിക്ക് എത്തുമെന്നാണ് അവരുടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ 11 മണിക്ക് തന്നെ മാറ്റി നിന്നിട്ടുണ്ടായിരുന്നു. മെഹന്തിയും കാര്യങ്ങളെല്ലാം നൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മണി എന്ന് പറഞ്ഞത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 3 മണി 4 മണി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഞാനിവിടെ മലപ്പുറത്ത് നിന്ന് നേരെ കാലിക്കറ്റ് പോയി. കാലിക്കറ്റാണ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഫോട്ടോഗ്രാഫർ ഒപ്പമാണ് ഞാൻ നേരെ അരീക്കോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ അത്യാവശ്യം നല്ല സമയം എടുത്ത്. പിന്നെ ഇവർ പറഞ്ഞ ലൊക്കേഷനിലൊക്കെ ചെറിയ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വന്ന്, അതുകൊണ്ടാണ് അത്രയും ടൈം പോയത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒന്ന് ചെയ്തു തരും. എങ്ങനെ അറിയാ? എടുക്കുന്നില്ല, റെക്കോർഡ് ചെയ്യണം. റെഡിയല്ലേ? ഓക്കെ, കറങ്ങിയ ഇവൾക്ക് 2-2.5 മണിക്കൂർ വേണം പറഞ്ഞു. 2 മണിക്ക് എത്തുന്നല്ലാതെ മടിയുള്ള ആളല്ലേ? അപ്പോൾ ഏകദേശം നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിയാറായിട്ടുണ്ട്. ഇനി ഒരു ഡൗട്ട് ഉണ്ടാവും, ചെക്കൻ എവിടെയെന്നുള്ളത് അല്ലേ. സത്യം പറഞ്ഞാൽ ചെക്കന് ഗൾഫിലാണ്, വരാൻ കഴിയില്ല. കാരണം ഒരു ദിവസം ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം എടുത്ത് വരുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് സ്ട്രൈറ്റ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അയക്കാൻ. നേരെ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഇമ്പോർട്ട് ചെയ്തു. എഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ ഫോട്ടോ കണ്ടു. चलो
आगे, कदमों से आगे, कदमों से आगे। आँखों पे मोहब्बत लिख दे, सांसों पे मोहब्बत लिख दे, होठों पे मोहब्बत लिख दे, कहता है दिल दीवाना। उंगली पकड़ के तूने चलना सिखाया था।